ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 10 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ ശരീരഭാരം ആരോഗ്യകരമായി കൂട്ടാൻ നൽകേണ്ട 3 പ്രത്യേക ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ശാരീരിക അധ്വാനം വളരെ കൂടുതലായിരിക്കും. അവർ തറയിലിരുന്ന് നീങ്ങാനും വലിഞ്ഞു കയറാനും ഒക്കെ നോക്കും. അതുകൊണ്ട് വെറും കുറുക്കുകൾ മാത്രം നൽകിയാൽ അവരുടെ ശരീരത്തിന് ആവശ്യമായ കലോറി ലഭിക്കില്ല. ഇനി നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കുഞ്ഞിനെ ചവച്ചരച്ച് കഴിക്കാനും സ്വന്തം കൈകൊണ്ട് എടുത്തു കഴിക്കാനും സഹായിക്കുന്നതായിരിക്കണം. കുറഞ്ഞ അളവിൽ നിന്ന് കൂടുതൽ പ്രോട്ടീനും നല്ല കൊഴുപ്പും എങ്ങനെ നൽകാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് രാവിലെ നൽകാൻ പറ്റിയ കലോറിയും ഊർജവും നിറഞ്ഞ മികച്ചൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനാണിത്. അതായത് നേന്ത്രപ്പഴം ഗോതമ്പ് പാൻകേക്ക്. ഉണ്ടാക്കേണ്ട രീതി പറയാം. നന്നായി പഴുത്ത അരമുറി നേന്ത്രപ്പഴം പുഴുങ്ങി ഉടച്ചെടുക്കുക. ഇതിലേക്ക് 3 സ്പൂൺ ഗോതമ്പ് പൊടിയും ഒരൽപ്പം ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് ദോശമാവിൻ്റെ പരുവം ആക്കുക. ഒരു പാനിൽ അല്പം നാടൻ നെയ്യ് തടവി ഈ മാവ് ചെറിയ വട്ടത്തിലൊഴിച്ച് 2 വശവും നന്നായി വേവിച്ചെടുക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് നൽകാം. ഗോതമ്പിലെ ഫൈബറും കാർബോഹൈഡ്രേറ്റും നേന്ത്രപ്പഴത്തിലെ പൊട്ടാഷ്യവും ഒന്നിച്ചു ചേരുമ്പോൾ ഇത് കുഞ്ഞിന് ദീർഘനേരം ഊർജ്ജം നൽകുകയും മസിലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭക്ഷണമാണ് പനീർ ക്യാരറ്റ് കിച്ചടി വിത്ത് നെയ്യ്. കുഞ്ഞിന് ഉച്ച സമയത്ത് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഹൈ പ്രോട്ടീൻ വെയിറ്റ് ഗെയിൻ ലഞ്ചാണിത്. ഉണ്ടാക്കേണ്ട രീതി പറയാം. 2 സ്പൂൺ പച്ചരിയും 1 സ്പൂൺ ചെറുപയർ പരിപ്പും കുറച്ച് ക്യാരറ്റ് കഷ്ണങ്ങളും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ച് കുഴച്ചെടുക്കുക. ഇതിലേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പനീർ നല്ലതുപോലെ ചിരകിയത് 2 സ്പൂൺ ചേർക്കുക. വാങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ സ്പൂൺ നാടൻ നെയ്യ് കൂടി ചേർത്ത് നന്നായി ഉടച്ച് ചെറു ചൂടോടെ കുഞ്ഞിന് നൽകാം. പനീറിലെ പ്രോട്ടീനും കാൽഷ്യവും കുഞ്ഞിൻ്റെ എല്ലുകൾക്ക് നല്ല ഉള്ളവും ഭാരവും നൽകുമ്പോൾ നെയ്യിലെ ഹെൽത്തി ഫാറ്റ്സ് ശരീരഭാരം ഇരട്ടിയാക്കാൻ സഹായിക്കും. മൂന്നാമത്തെ ഭക്ഷണമാണ് ചീര ഓംലെറ്റ് മാഷ്. വൈകുന്നേരങ്ങളിലോ രാത്രിയിലോ കുഞ്ഞിന് ചോര കൂടാനും ശരീരം വെക്കാനും നൽകാൻ പറ്റിയ മികച്ചൊരു ആഹാരമാണിത്. ഉണ്ടാക്കേണ്ട രീതി പറയാം. നന്നായി കഴുകി വൃത്തിയാക്കിയ 3-4 ചീരയിലകൾ ചെറുതായി അരിഞ്ഞ് ഒരൽപ്പം നെയ്യിലിട്ട് വഴറ്റുക. ഇതിലേക്ക് ഒരു മുട്ടയുടെ മഞ്ഞക്കരു മാത്രം ഒഴിച്ച് നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ഇത് നല്ലതുപോലെ കൈകൊണ്ട് ഉടച്ച് കുഞ്ഞിന് വിരലുകൾ കൊണ്ട് എടുത്തു കഴിക്കാൻ പാകത്തിന് നൽകാം. മുട്ടയുടെ മഞ്ഞയിലെ കോളിൻ തലച്ചോറിന്റെ വളർച്ചയെ സഹായിക്കുമ്പോൾ ചീരയിലയിലെ ഇരുമ്പ് സത്ത് വിളർച്ച മാറ്റി കുഞ്ഞിന് നല്ല ഉന്മേഷവും ശരീരപുഷ്ടിയും നൽകും. 10 മാസം കഴിഞ്ഞാൽ കുഞ്ഞിന് സ്വന്തമായി ഭക്ഷണം എടുത്തു കഴിക്കാനുള്ള അവസരം നൽകണം. ഭക്ഷണം തറയിൽ കളഞ്ഞാലും കുഴപ്പമില്ല. അവരെ തനിയെ കഴിക്കാൻ അനുവദിക്കുന്നത് ഭക്ഷണത്തോടുള്ള താല്പര്യം ഇരട്ടിയാകും. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ ഭക്ഷണം ഒട്ടും മിക്സിയിൽ അടിച്ചു കൊടുക്കരുത്. പല്ലുകൾ വന്നിട്ടില്ലെങ്കിലും കുഞ്ഞുങ്ങളുടെ മോണകൾക്ക് നല്ല ബലമുണ്ടാകും. കൈകൊണ്ടോ ഫോർക്ക് കൊണ്ടോ മാത്രം ഉടച്ചു നൽകുക. 10 മുതൽ 12 മാസങ്ങളിൽ മുതിർന്നവരെ പോലെ 3 നേരവും കട്ടിയാഹാരവും ഇടയ്ക്ക് 2 നേരം പഴങ്ങളോ ലഘുഭക്ഷണങ്ങളോ നൽകി തുടങ്ങാം. 1 വയസ്സ് തികയുന്നത് വരെ കുഞ്ഞിന് കുടിക്കാൻ പശുവിൻ പാൽ നൽകരുത്. ഇത് കുടലിൽ ചെറിയ രക്തസ്രാവത്തിനും വിളർച്ചയ്ക്കും കാരണമായേക്കാം. 1 വയസ്സ് വരെ ശരീരത്തിന് ആവശ്യമായ സോഡിയവും ഗ്ലൂക്കോസും നമ്മൾ കൊടുക്കുന്ന പ്രകൃതിദത്ത ഭക്ഷണങ്ങളിൽ നിന്ന് തന്നെ ലഭിക്കും. അതുകൊണ്ട് പുറമേ നിന്ന് ഇവ ചേർക്കേണ്ട ആവശ്യമില്ല. 10 മാസം കഴിയുമ്പോൾ കുറുക്കുകളിലോ കിച്ചടിയിലോ 1/4 സ്പൂൺ ബദാം അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ചേർത്ത് തുടങ്ങാം. ഇത് കലോറിയും ശരീരഭാരവും കൂട്ടാൻ സഹായിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് കുഞ്ഞിന് നല്ലതുപോലെ ദഹിക്കുന്ന കിച്ചടി ചപ്പാത്തി പാലിൽ കുതിർത്തതോ നൽകിയാൽ രാത്രി കുഞ്ഞ് വിശന്ന് കരയാതെ നല്ലപോലെ ഉറങ്ങും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ മലമൂത്ര വിസർജനമാണ്. കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ മലം കട്ടിയാകാൻ സാധ്യതയുണ്ട്. ഇത് തടയാൻ ഭക്ഷണത്തോടൊപ്പം ആവശ്യത്തിന് തിളപ്പിച്ചാറ്റിയ വെള്ളം കൂടി കുഞ്ഞിന് നൽകാൻ ശ്രമിക്കുക. ഈ പ്രായത്തിൽ തറയിൽ വീണ സാധനങ്ങൾ എടുത്ത് വായിലിടാൻ നോക്കും. ഇത് ഇൻഫെക്ഷനും വയറിളക്കത്തിനും കാരണമായി വന്നേക്കാം. ഇതുമൂലം കുഞ്ഞിന് തൂക്കം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തറയും കുഞ്ഞിന്റെ കൈകളും എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിക്കുക. 10 മാസം കഴിയുമ്പോൾ കുഞ്ഞിനു വേണ്ടി മാത്രമായി പ്രത്യേകം ആഹാരം ഉണ്ടാക്കുന്ന രീതി പതുക്കെ മാറ്റുക. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ചോറ്, എരിവും മസാലയും കുറച്ച മീൻകറി, പച്ചക്കറി, തോരനുകൾ എന്നിവ നന്നായി കൈകൊണ്ട് കുഴച്ചു കുഞ്ഞിന് നൽകാം. ഇത് 1 വയസ്സാകുമ്പോഴേക്കും വീട്ടിലെ എല്ലാ ഭക്ഷണങ്ങളും കഴിപ്പിച്ചു ശീലിപ്പിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഈ പ്രായത്തിൽ കുഞ്ഞുങ്ങൾക്ക് നോൺ വെജ് ഭക്ഷണങ്ങൾ നന്നായി നൽകി തുടങ്ങാം. ചിക്കൻ കഷ്ണങ്ങൾ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും ചേർത്ത് നന്നായി
വേവിച്ചെടുത്ത സൂപ്പ് കുഞ്ഞിൻ്റെ ചോറിലോ കിച്ചടിയിലോ ഒഴിച്ചു നൽകുക. ഇതിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡുകൾ കുഞ്ഞിൻ്റെ പേശികൾക്ക് നല്ല ബലവും പെട്ടെന്ന് തൂക്കവും നൽകുന്നു. അതുപോലെ തന്നെ മീൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: കുഞ്ഞുങ്ങളുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും വണ്ണം വയ്ക്കാനും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്തി, അയല പോലുള്ള നാടൻ മീനുകൾ നൽകാം. മീൻ നന്നായി വേവിച്ച് മുള്ളുകൾ ഒന്നുപോലുമില്ലെന്ന് കൈകൊണ്ട് തൊട്ട് കൃത്യമായി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ചോറിൽ കുഴച്ച് നൽകുക. വറുത്ത മീനിനേക്കാൾ കറിവച്ച മീനാണ് ഈ പ്രായത്തിൽ ഉത്തമം. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള എപ്പോൾ കൊടുത്തു തുടങ്ങാം? നമ്മൾ മുൻപ് മുട്ടയുടെ മഞ്ഞക്കരു മാത്രമാണ് നൽകിയിരുന്നതെങ്കിൽ 10 മുതൽ 11 മാസം ആകുമ്പോൾ മുട്ടയുടെ വെള്ള ചെറിയ അളവിൽ നൽകി തുടങ്ങാം. ആദ്യം ഒരു ചെറിയ കഷ്ണം നൽകി അലർജി ഇല്ലെന്ന് ഉറപ്പാക്കുക. അലർജി ഇല്ലെങ്കിൽ മുട്ട മുഴുവനായി പുഴുങ്ങി ഉടച്ച് നൽകുന്നത് പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും. 10 മാസം കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ പ്രധാന പോഷണം കട്ടി ആഹാരങ്ങളിൽ നിന്നായിരിക്കണം, പാലിൽ നിന്നാകരുത്. പകൽ സമയങ്ങളിൽ അമിതമായി പാൽ കുടിച്ചാൽ കുഞ്ഞു ചോറോ മറ്റു വിഭവങ്ങളോ കഴിക്കില്ല. ഇത് ശരീരഭാരം കുറയാൻ കാരണമാകും. അതുകൊണ്ട് പകൽ സമയത്ത് കട്ടി ആഹാരം നൽകിയ ശേഷം മാത്രം ആവശ്യമെങ്കിൽ രാത്രിയിൽ പാൽ നൽകാം. ഈന്തപ്പഴം സിറപ്പ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം? കുഞ്ഞിൻ്റെ ഭക്ഷണത്തിൽ നമ്മൾ പഞ്ചസാര ചേർക്കാറില്ല. അതിനു പകരം നല്ല നാടൻ ഈന്തപ്പഴം കുരു കളഞ്ഞ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്ത് ഡേറ്റ് സിറപ്പ് ഉണ്ടാക്കി സൂക്ഷിക്കാം. കുഞ്ഞിൻ്റെ പാൻകേക്കിലോ ഓട്സിലോ ഈ സിറപ്പ് ചേർത്ത് നൽകുന്നത് കലോറിയും അയണും കൂട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നതിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ദിവസവും ഒരേ സമയം തന്നെ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകുക. ഇത് കുഞ്ഞിൻ്റെ ദഹനവ്യവസ്ഥയെ കൃത്യമാക്കുകയും ആ സമയമാകുമ്പോൾ വയറ്റിൽ വിശപ്പിൻ്റെ ദഹനരസങ്ങൾ തനിയെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ സഹായിക്കുകയും ചെയ്യും. കുഞ്ഞിൻ്റെ മലത്തിൽ കാണുന്ന ദഹിക്കാത്ത കഷ്ണങ്ങൾ. ചിലപ്പോൾ കുഞ്ഞ് മലവിസർജനം നടത്തുമ്പോൾ ക്യാരറ്റിൻ്റെയോ ചീരയുടെയോ ചെറിയ കഷ്ണങ്ങൾ ദഹിക്കാതെ വരുന്നത് കണ്ട് അമ്മമാർ പേടിക്കാറുണ്ട്. കുഞ്ഞ് ഭക്ഷണം ചവച്ചരിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നതിൻ്റെ ലക്ഷണമാണിത്. കുഞ്ഞിന് മറ്റ് അസ്വസ്ഥതകൾ ഇല്ലെങ്കിൽ ഇത് തികച്ചും സ്വാഭാവികമാണ്, പതുക്കെ മാറിക്കോളും. കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് പല അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കടകളിൽ നിന്ന് വിശപ്പ് കൂടാനുള്ള സിറപ്പുകൾ വാങ്ങി നൽകാറുണ്ട്. ഇത് കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക വിശപ്പിനെ നശിപ്പിക്കും. അതിനു പകരം നല്ല നാടൻ ഭക്ഷണങ്ങൾ പല രുചികളിൽ മാറ്റി മാറ്റി നൽകി ശീലിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അമ്മമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഈ സോളിഡ് വിഭവങ്ങളും മെഡിക്കൽ വസ്തുതകളും 10 മുതൽ 12 മാസം വരെയുള്ള നിങ്ങളുടെ കുഞ്ഞിൻ്റെ ശരീരഭാരം കൂട്ടാൻ ഏറ്റവും മികച്ച വഴികളാണ്. കുഞ്ഞ് 1 വയസ്സിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മൾ കുറുക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ അവരുടെ വളർച്ച പതുക്കെയാകും. അതുകൊണ്ട് അവർക്ക് ചവച്ചരിച്ച് കഴിക്കാനും തനിയെ കഴിക്കാനും പറ്റിയ നാടൻ വിഭവങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നൽകുക. കടകളിൽ നിന്നുള്ള പാക്കറ്റ് ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡുകൾ നൽകിയ ശേഷമുള്ള മാറ്റങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.